ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടു സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ തമിഴിലൊരു പാണ്ഡ്യൻ സ്റ്റോർ 2 ഭാഗമാണ് ഞാൻ മലയാളത്തിലും വന്നത്. അതാണ് ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ ഭാഗം എന്തായാലും മലയാളത്തിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ. എന്നാൽ ഇത് ഇങ്ങനെ തന്നെ വരത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ധർമ്മനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പടി ഇറങ്ങി പോവുകയാണ്. നേരെ പോകുന്നത് കൃഷ്ണമംഗലത്തേക്കാണ്. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കൃഷ്ണമംഗലത്തേക്ക് പോകുന്നത് കേട്ടോ. ധർമ്മം പോകുന്നത് കൃഷ്ണമംഗലത്തേക്ക് തന്നെയാണ്. അങ്ങനെ സുകന്യയും കൂട്ടിക്കൊണ്ട് പോകുന്നത് കൃഷ്ണമംഗലത്തേക്ക്. അപ്പോൾ കൃഷ്ണമംഗലത്തെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ധർമ്മ ഈ രാത്രി ഇവിടെ വന്നത്, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. ധർമ്മം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുകന്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ സുകന്യ, എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ സുകന്യ നടന്ന കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. ധർമ്മൻ അവരെല്ലാവരും കൂടി കള്ളനാക്കി എന്ന് പറയുകയാണ്. കള്ളനാക്കിയെന്നോ? അതെല്ലാവരും കൂടി കള്ളനാക്കി. ധർമ്മേട്ടൻ എനിക്കൊരു 25,000 രൂപയുടെ വാച്ച് വാങ്ങിച്ചു കൊണ്ട് തന്നു. അത് ബാലേട്ടൻ്റെ ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് 25,000 രൂപ എന്ന് കാണാതെ പോയി. അത് ആ ധർമ്മേട്ടൻ മോഷ്ടിച്ചതാണ്. ആ പൈസ കൊണ്ടാണ് എനിക്ക് വാച്ച് വാങ്ങി തന്നതെന്നാണ് പറയുന്നത്. അത് കേട്ട് ധർമ്മേട്ടന് വല്ലാതെ വിഷമമായി. ആഹാ, എൻ്റെ അനിയനെ അവൻ വെറുതെ ഒരു മോഷ്ടിതാവാക്കിയോ? ഞാനിത് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് അച്യുതൻ പറയുന്നുണ്ട്. അവലോകെ വാടാ. അപ്പം ധർമ്മം പറയുന്നുണ്ട്, വേണ്ട, ആരും പോയി ചോദിക്കണ്ട, ഞാനിനി അങ്ങോട്ടേക്കില്ല, എൻ്റെ പേരിൽ ആരും പോയി പ്രശ്നം ഉണ്ടാക്കാനും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മൻ അവരെ പിടിച്ചു നിർത്തുന്നുണ്ട്. അപ്പോൾ അവരെ ഇങ്ങനെ ചോദിക്കാനൊന്നും പോകുന്നില്ല. അതേസമയം നമ്മുടെ മീനാക്ഷിയും മിത്രയും ഗോമതിയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മേ, നമുക്ക് എല്ലാവർക്കും കൂടി ധർമ്മമാമനെ പോയി വിളിക്കാം, ധർമ്മമാമൻ വരും ഉറപ്പാണ്. അപ്പോൾ ആര്യനും ആകാശവും ഒക്കെ പറയാം, അതെ അമ്മേ, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പോയി വിളിച്ചാൽ എന്തായാലും മാമൻ വരാതിരിക്കില്ല. നമ്മൾ വിളിച്ചാൽ മാമൻ വരാതിരിക്കാൻ പറ്റില്ല അമ്മേ, നമുക്ക് മാമനെ പോയി വിളിക്കാമെന്ന് പറയുമ്പോൾ ഗോമതി പറയാം, വേണ്ട, ധർമ്മനെ വിളിക്കാൻ ഈ വീട്ടിൽ നിന്ന് ആരും പോകണ്ട. അങ്ങനെ ആരൊക്കെ പോയി വിളിച്ചാലും ധർമ്മം വരില്ല. ബാലേട്ടൻ വിളിച്ചാൽ മാത്രമേ അവൻ വരുള്ളൂ. ബാലേട്ടൻ്റെ വിളിക്ക് വേണ്ടിയാവും അവൻ കാത്തിരിക്കുന്നത്. ബാലേട്ടൻ വിളിച്ചാൽ മാത്രമേ അവൻ വരുള്ളൂ. ബാലേട്ടൻ പോയി അവനെ വിളിക്കണം എന്ന് പറയുകയാണ്. ബാലേട്ടൻ പറയാട്ടോ, ഞാൻ എന്തിനാ വിളിക്കണം, അവനോട് ഞാൻ ചോദിച്ചു. ശരി, ഞാൻ ചെയ്തത് തെറ്റാണ്, ഇരിക്കട്ടെ. പക്ഷേ അവൻ്റെ മനസ്സിൽ നിന്ന് അവൻ ഒരു കാര്യം പറഞ്ഞു, താൻ ശ്രദ്ധിച്ചില്ലേ, ഞാൻ താനും ഒക്കെ അവന് പൈസ കൊടുക്കുക, അതായത് നമ്മൾ വേലയ്ക്ക് വന്നിട്ട് വേലയ്ക്ക് പൈസ കൊടുക്കാത്ത ഒരു ചെറു ജോലിക്കാരനെ പോലെയാണ് നമ്മൾ അവനെ എന്ന് പറഞ്ഞില്ലേ. അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് തകർന്നുപോയി. ഇവിടെ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, 100 വട്ടം പറയുന്നുണ്ട്, എൻ്റെ മക്കളിൽ ഏറ്റവും മൂത്തവനാണെന്നും. എന്നിട്ട് പോലും അവൻ അതൊക്കെ മറന്നിട്ടാണ് ഇന്ന് ആ ഒരു ഡയലോഗ് പറഞ്ഞത്. അവൻ ആ ഒരു ഡയലോഗ് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിൽ അത്രമാത്രം നൊന്തു. എൻ്റെ മനസ്സ് വേദനിച്ചു. അവനെ ഞാൻ വെറും ഒരു വേലക്കാരനായിട്ട് കടയിൽ കാണുന്നത് എന്നാണ് അവൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇല്ല, ഞാൻ അവനെ പോയി വിളിക്കില്ല. അവൻ തൻ്റെ സ്നേഹം, ഇവിടുത്തെ എല്ലാവരുടെയും സ്നേഹം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വരട്ടെ. അവന് രക്ഷിതാവാണ് നമ്മളെന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് പറയാമല്ലേ. മാതാപിതാക്കൾ അപ്പോൾ മക്കളെ കുറ്റം പറഞ്ഞതൊക്കെ ചോദിച്ചപ്പോൾ അവരെ ഇങ്ങനെ കുറ്റം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ കുറ്റം ചെയ്തോടാ എന്നൊക്കെ ചോദിച്ചിരിക്കും. ചെറുപ്പത്തിൽ നമ്മൾ മക്കളോട് പലവട്ടം പൈസയൊക്കെ കാണാതെ പോകുമ്പോൾ, എടാ നീ 2 രൂപ എടുത്തോടാ, എടാ നീ 1 രൂപ എടുത്തോടാ എന്നൊക്കെ ചോദിക്കാറില്ലേ. അതുപോലെ അവനോട് ചോദിച്ചു. അവനത് അത്രമാത്രം പൊള്ളുന്നുണ്ടെങ്കിൽ ശരി, അവൻ അവിടെ നിൽക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോയി വിളിക്കുന്നില്ല. ബാലൻ ഒറ്റ കാലിൽ നിൽക്കട്ടെ. മീനാക്ഷി പറയുന്നുണ്ട്, അച്ഛാ, അത് മാമനെ വല്ലാത്താണ്ട് ഫീലായിപ്പോയി. അത് സുശീല സുകന്യ മാമിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞുകൊണ്ടായിരിക്കും. അത് വിട്ടുകളാ, നമുക്ക് പോയി വിളിക്കാം. നമ്മുടെ മാമനല്ലേ, മാമൻ്റെ സ്വഭാവം അച്ഛനറിയില്ലേ, പിള്ളേരെ പോലത്തെ സ്വഭാവമാണ്. മാമനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല. അച്ഛൻ, നമുക്കൊന്ന് പോയി വിളിക്കാം. വേണ്ട മോളെ, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോയി വിളിക്കാം.
എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിളിക്കാൻ വരില്ല. അത്രമാത്രം എന്നെ മനസ്സ് വേദനിപ്പിച്ചു. ഇവരെല്ലാം ആരെങ്കിലും ഇതുപോലെ പറഞ്ഞെങ്കിൽ പോലും എനിക്ക് ഇത്ര മനസ്സ് വേദനിക്കില്ലായിരുന്നു. പക്ഷെ ധർമ്മൻ്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് അത്രമാത്രം ഫീലായി. ഞാൻ പോയി വിളിക്കില്ല എന്ന് ബാല ഒറ്റക്കാലിൽ നിൽക്കാട്ടോ. ശേഷം ദേവിയാണെങ്കിൽ റൂമിലോട്ട് പോയി പൊട്ടിക്കരയാട്ടോ. ആനന്ദ് ദേവീൻ്റെ അടുത്ത് വരുന്നുണ്ട്. നീ എന്തിനാടി കരയുന്നത്? നിനക്ക് സമാധാനമായല്ലോ. ഈ കുടുംബത്തിലെ ഇങ്ങനെ നശിപ്പിക്കാൻ കാരണം നീ ഈ വീട്ടിൽ ബാക്കി 2 മരുമക്കളും വന്നപ്പോഴേക്കും ഇതുപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നീ വന്നപ്പോൾ പ്രശ്നം തുടങ്ങി. ഇവിടെ എപ്പോഴും പ്രശ്നം. ഇപ്പോൾ അതേ കടയിൽ പോയപ്പോൾ അവിടെയും പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുവരുന്നു. എടി സത്യം പറയാടി, രൂപ നീ വിഴുങ്ങിയതാണോ? അനന്തേട്ടാ, ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ 10 പൈസ പോലും എടുത്തിട്ടില്ല. ചായ കുടിക്കാനായിട്ടെങ്കിലും പോലും പൈസ ഇല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കാൻ പോലും പോകാറില്ല. എനിക്ക് രാമേട്ടനും അച്ഛനൊക്കെ ചായ മേടിച്ചു തരുന്നത്. പിന്നെ 25,000 രൂപ എവിടെ പോയിടി? എവിടെ പോയി പറയേ? എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല എന്ന് പറയാണ്. ഞാൻ തെളിയിച്ചോളാം. 25,000 രൂപ എവിടെ പോയിന്ന് ഞാൻ തെളിയിച്ചോളാം എന്ന് അനന്തൻ പറയുകട്ടോ. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ദേവി കടയിൽ പോകാണ്ട് നിൽക്കുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ മോളെ കടയിൽ വരാതെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വരുന്നില്ല ബാലച്ചായി, എനിക്ക് എന്താ നല്ല സുഖമില്ല. നീ വരണം, നീ വന്നിരിക്കണം. നീ വന്നില്ലെങ്കിൽ ഞാൻ തോറ്റ പോലെയാവും. ഞാൻ തോൽക്കാനാണ് മോളുടെ ആഗ്രഹമെങ്കിൽ മോൾ വരണ്ട. അതല്ല, ഈ അച്ഛൻ എല്ലാവരും പോലും തല ഉയർത്തി നിൽക്കണമെന്നാണ് മോളുടെ ആഗ്രഹമെങ്കിൽ മോൾ വരണം എന്ന് പറയണം. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, ദേവി നീ പോ മോളെ, ഇവിടെ നിന്ന് ഇപ്പോഴാണ് മോളൊന്ന് മനസ്സ് ചെറുതായിട്ടൊന്നൊക്കെ ആയത്. ആ സമയത്ത് മോൾ ഇങ്ങനെ ഇരിക്കല്ലേ. മോൾ പോകാൻ വേണ്ടി പറയുകയാണ്, കടയിലേക്ക് പോകാൻ വേണ്ടി പറയുകയാണ്. ബാലേട്ട മോളെയും വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലൻ ദേവീനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. കടയിലേക്ക് ദേവി ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് തന്നെയാണ് കടയിലും ഇരിക്കുന്നത് കേട്ടോ. ബാലൻ പറയുന്നുണ്ട്, എനിക്ക് പുറത്ത് കട വരെ ഒരു സ്ഥലം വരെ പോകണം, ആവശ്യമുണ്ട്. കുറേ രൂപ വേണമല്ലോ. അപ്പോൾ ആ രൂപ ആരോടെങ്കിലും കടം മേടിച്ചിട്ട് വേണം ഇപ്പോൾ അത് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ പുറത്ത് വരെ പോവുകയാണ്. മോളും രാമേട്ടും കട നോക്കിക്കൊള്ളണം. എന്ന് ആകാശ് വരില്ല, അപ്പോൾ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറയാണ്. ശരിയെന്ന് ദേവിയും രാമേട്ടും പറയുന്നുണ്ട്. കുടിച്ചു കഴിഞ്ഞപ്പോൾ രാമേട്ടൻ പറഞ്ഞു, മോളെ ഞാൻ ചായ കുടിച്ചിട്ട് വരട്ടെ? കുടിച്ചിട്ട് വാ രാമേട്ട എന്ന് മോൾക്ക് ചായ വേണം. എനിക്ക് വേണ്ട രാമേട്ട, എനിക്കറിയാം മോൾക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഒരു ചായയും കടിയും മേടിച്ചു വരാം. മോൾ ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന ഈ സമയത്ത് ഇങ്ങനെ അധികം കസ്റ്റമേഴ്സൊന്നും വരില്ല, മോളിവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ ചായ കുടിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോവാണ്. അപ്പോൾ ദേവി മാത്രമേ ഉള്ളൂ. ദേവി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കട്ടോ. ഉച്ചയ്ക്കുന്ന സമയത്ത് വീണ്ടും ഉദയഭാനു വരും കേട്ടോ, പൈസ മോഷ്ടിക്കാൻ ആയിട്ട്. അങ്ങനെ ഉദയഭാനു അവിടേക്ക് വരുമ്പോഴേക്കും ദേവി വേറെ ഏതോ ലോകത്താണ്. മോളെ എന്തു പറ്റി മോളെ? ഒന്നുമില്ല അച്ഛൻ എന്തിനാ പിന്നെ ഇവിടെ വന്നത്? വെറുതെ നിന്നെ ഒന്ന് കാണാൻ. പിന്നെ അന്നത്തെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് സൂപ്പറായിരുന്നു. ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് കൂടി തരുമോ മോളെ? അച്ഛൻ ഇതെന്താ അച്ഛാ, വേറെ കടകളിലൊക്കെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് കിട്ടുമല്ലോ. 5 രൂപയല്ലേ ഉള്ളൂ. അച്ഛൻ പോയി മേടിക്കുക. 5 രൂപ പോയി മേടിച്ചോ മോളെ. ഇപ്പോൾ ഇവിടെ വന്നു പോയില്ലേ, നീ ഒരെണ്ണം കൂടി താ എന്ന് പറയണം. അങ്ങനെ നമ്മുടെ ദേവി ബൂസ്റ്റിൻ്റെ പാക്കറ്റ് എടുക്കാൻ വേണ്ടി വീണ്ടും അപ്പുറത്തേക്ക് പോയ സമയത്താണ് നമ്മുടെ ഉദയഭാനു അവിടുത്തെ മേശയുടെ ഉള്ളിൽ നിന്ന് കാശ് എടുക്കുന്നത്. ദേവി കാണുന്നില്ല കേട്ടോ. ദേവി പുറകെ തിരിഞ്ഞ് അപ്പുറത്തേക്ക് തിരിഞ്ഞ് നിൽക്കാമല്ലോ. പക്ഷേ അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ആനന്ദ് എന്തോ കാര്യത്തിന് കടയിലേക്ക് വരുമ്പോൾ ആ കാഴ്ച കാണുന്നുണ്ട്. ശരിക്കും ആനന്ദ് കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ തമിഴിലും അങ്ങനെ ആനന്ദ് കാണുന്നുണ്ട് ഈ ഉദയഭാനു ഇങ്ങനെ മോഷ്ടിക്കുന്നത്. അങ്ങനെ ഉദയഭാനു ആനന്ദിനെ കാണുമ്പോഴേക്കും ആ പൈസ അവിടെ തന്നെ വെച്ചിട്ട് ഒന്നും അറിയാതെ പോലെ അതിവേഗം ഓടിക്കളി കേട്ടോ. അപ്പോൾ ആനന്ദ് ചോദിക്കാം, നിൻ്റെ അച്ഛൻ ഇവിടെ ചെയ്തത് നീ കണ്ടില്ലേടി എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ എന്ത് ചെയ്തു? അപ്പം മോളും അച്ഛനും ഒന്നും അറിഞ്ഞില്ല. അതെ, മോളറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഭാവിക്കുകയാണോ? ഇപ്പം മനസ്സിലായിടി പൈസയൊക്കെ എങ്ങോട്ടാണ് പോണേന്ന് മനസ്സിലായിടി. ആനന്ദേട്ടാ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് പറയാനുണ്ടെങ്കിൽ തിളിച്ചു പറ ആനന്ദേട്ടാ. അതെ, പൈസ പോയത് എവിടുന്ന അറിയാമോ? നിൻ്റെ അച്ഛൻ കള്ളൻ
അയാളെ ഇവിടെ പൈസ അടിച്ചു മാറ്റുമായിരുന്നു. അയാളുടെ പണി ഇല്ല, അച്ഛൻ എടുക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ. നീ കാണില്ല, നീ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അയാളുടെ കൈ ഇവിടുത്തെ മേശപ്പുറത്ത് പോക്കറ്റിൽ പോകുന്നത് ഞാൻ ശരിക്കും കണ്ടു. നിൻ്റെ അച്ഛൻ ഇവിടെ പോയി ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കി ഉടനെ ഒരു ഓട്ടമാണ്. നിൻ്റെ അച്ഛനാണ് പണം മോഷ്ടിക്കുന്നത് എന്ന് പറയുകയാണ്. ആനന്ദ് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് പോയിക്കോ, അല്ലെങ്കിൽ നാളെ മുതൽ നിൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ കൊണ്ടുപോയാക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് ആനന്ദ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആനന്ദ് പോയി കഴിയുമ്പോഴേക്കും മുതിയ ഭാനുവിനെ പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ദേവി ഇങ്ങനെ ആലോചിച്ച് നോക്കിയാണ്. ശരിയാണ്, എന്തോ ഒരു സംഭവം ഇതിനു മുമ്പ് ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിന് മുമ്പ് ആദ്യം 2000 രൂപ പോയത് ഉദയഭാനു വന്നപ്പോഴാണ്. പിന്നീട് 25,000 രൂപ പോയതും സമയത്തും അയാൾ അവിടെ ഉദയഭാനു വന്നില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഉദയഭാനു അങ്ങനെ വന്നിരുന്നു. ഇങ്ങനെ ദേവി ഇങ്ങനെ ആലോചിക്കുമ്പോൾ രാമേട്ടൻ ചായ ആയിട്ട് വരുന്നത്. രാമേട്ടനോട് നമ്മുടെ ദേവി ചോദിക്കുന്നുണ്ട്, രാമേട്ട അച്ഛൻ ഇന്നലെ എങ്ങാനും വന്നിരുന്നോ? അയ്യോ മോളെ, ഞാൻ പറയാൻ മറന്നുപോയി, ഇന്നലെ മോളുടെ അച്ഛൻ ഉദയഭാനു സാറേ വന്നിരുന്നു കേട്ടോ. മോള് ഇവിടെ ഇല്ലാത്ത ചായ കുടിക്കാൻ പോയ സമയത്താണ് ഉദയഭാനു സാറ് വന്നത്. അപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ദേവിക്ക് കാര്യം മനസ്സിലായി. ഓഹോ, അപ്പോൾ ഇത് തന്നെയാണ് കാര്യം. കള്ളം കപ്പലിൽ തന്നെ തൻ്റെ അച്ഛനാണ് പണം മോഷ്ടിച്ചത്. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. കള്ളനാവാത്ത നമ്മുടെ ധർമ്മമാമനെ കള്ളനാക്കി മുദ്ര കുത്തി അപ്പുറത്ത് പോയിരിക്കുകയാണ് ധർമ്മമാമൻ. അപ്പോൾ ധർമ്മമാമൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ തൻ്റെ അച്ഛനാണ് നോക്കിയിട്ട് ഒരു കാര്യമില്ല. അച്ഛൻ ചെയ്ത തെറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ ആ ഒരു കാര്യം തുറന്നു പറഞ്ഞ അച്ഛന് രണ്ടും നമ്മുടെ അച്ഛൻ്റെ പൈസ മോഷ്ടിച്ചത് അച്ഛൻ 2 അടിയും കൊടുത്തിട്ട് അച്ഛനാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല. ചെയ്തത് തെറ്റാണ്. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ശിക്ഷ അനുഭവിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവി ഈ സത്യങ്ങൾ ഫുള്ളായിട്ട് ദേവിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അച്ഛൻ എന്തോ ആവശ്യത്തിന് ചേഞ്ച് ചോദിച്ചപ്പോൾ താൻ കൊടുത്തു പോയതാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ദേവി അങ്ങനെ തന്നെ എന്തെങ്കിലും കാരണം പറയാം. എന്തായാലും ഉദയഭാനു എന്ന് പറഞ്ഞ കള്ളനെ തന്നെ പിടികൂടാൻ കേട്ടോ. അത് ഈ ആഴ്ച തന്നെ പിടികൂടും. തമിഴിൽ അങ്ങനെയാണ്, ഉദയഭാനു പിടികൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലും പിടികൂടും. ദേവി നല്ല വഴക്ക് തന്നെ ദേവി പറയും കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സി യു.